ഇവിടെ നിങ്ങളുടെ ഫംഗ്ഷൻ വാല്യൂസ് 0 മുതൽ 2π വരെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്പർ ലൈൻ വരയ്ക്കുകയാണ്. നമ്പർ ലൈൻ നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ 0 തൊട്ട് 2π വരെ ഇയാളെ റെസ്ട്രിക്ട് ചെയ്യുക. 0 മുതൽ 2π വരെ ഇയാളെ റെസ്ട്രിക്ട് ചെയ്യുക. ഇതിന് താഴെ 2π/3 2π/3യും 4π/3യും മാർക്ക് ചെയ്യുക. 2π/3യും 4π/3യും മാർക്ക് ചെയ്യുക. ഇനി ഇതിന്റെ ഇടയിലുള്ള പോയിന്റ്സ് കണ്ടുപിടിക്കുക. ഇത് 120 ആണ്. 120 എന്ന് പറയുമ്പോൾ ഞാനിവിടെ π/2 മാർക്ക് ചെയ്യുന്നു. π/2 120 ഡിഗ്രി 90 ഡിഗ്രി. ഇനി ഇവിടെ 120 ഡിഗ്രിയും 240 ഡിഗ്രിയുമാണ്. ഇതിന്റെ ഇടയിൽ ഞാൻ പൈ മാർക്ക് ചെയ്യുകയാണേ. പൈ. ഇനി 240 ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അടുത്ത് ഞാനിവിടെ 2π/3 മാർക്ക് ചെയ്യാണ്. 2π/3 അല്ലല്ലോ, 3π/2 270 ഡിഗ്രി 3π/2. നമുക്ക് ഫംഗ്ഷനിൽ കൊടുക്കാൻ എളുപ്പമുള്ള വാല്യൂസ് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അവരെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇവരെ ഓരോരുത്തരെയായിട്ട് ഡെറിവേറ്റീവിന്റെ അടുത്ത് കൊടുക്കുന്നു. f' π/2 1 + 2 × cos π/2. cos π/2 0 ആണ്, അത് 1 ആണ്, ഗ്രേറ്റർ ദാൻ 0. ഇനി അടുത്ത f' that is equal to 1 + 2 × cos π എന്ന് പറഞ്ഞാൽ -1 ആണ്. cos π -1 ആണ്. therefore -1 less than 0. ഇനി f' 3π/2 1 + 2 × 0 cos 3π/2 0 ആണ്, അതായത് 1 ആണ്, ഗ്രേറ്റർ ദാൻ 0. അതായത് 0 തൊട്ട് 2π/3 വരെ ഒരു വാല്യൂ കൊടുത്തപ്പോൾ നമുക്ക് പോസിറ്റീവ് കിട്ടി, അതായത് ഇൻക്രീസിങ് ആണ്. 2π മുതൽ 3π/2 വരെ 4π/3 വരെയുള്ള വാല്യൂ കൊടുത്തപ്പോൾ മൈനസ് കിട്ടി, അതായത് നെഗറ്റീവ് ആണ്. ആൻഡ് 4π/3ക്ക് ശേഷമുള്ള വാല്യൂ കൊടുത്തപ്പോൾ പോസിറ്റീവ് കിട്ടി, അത് ഇൻക്രീസിങ് ആണ്. therefore ക്ലോസ്ഡ് ഇന്റർവൽ 0 മുതൽ 2π/3 വരെയും യൂണിയൻ 4π/3 മുതൽ 2π വരെയും ഇൻക്രീസിങ് ആണ്. ഇനി അതിന്റെ ഇടയിലെ 2π/3 തൊട്ട് 4π/3 വരെ നെഗറ്റീവ് ആണ് വന്നത്. അപ്പോൾ അവിടെ ഡിക്രീസിങ് ആണ്. ഡൺ. അപ്പൊ ഇൻക്രീസിങ് ഡിക്രീസിങ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഡൺ. ആലോചിക്കുക, 0 മുതൽ 2π വരെയുള്ള റെസ്ട്രിക്ഷൻ നിങ്ങൾ ആദ്യമായി കാണുകയാണ്. അത് ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് വാല്യൂസ് എടുത്തു പോകുന്ന ഒരു ശീലം ഉണ്ടാവാം, ശ്രദ്ധിച്ചാൽ മതി. ഇനി അടുത്ത് നമ്മൾ കോൺകേവിറ്റിയെ പറ്റിയിട്ടാണ്. അതിന് f'' ആവശ്യമുണ്ട്. f' നിങ്ങൾ കണ്ടു, 1 + 2 cos x ആണ്. അതിന്റെ ഡെറിവേറ്റീവ് -2 sin x. f'' നെ ഞാൻ 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. therefore -2 sin x equal to 0. -2 sin x is equal to 0. അതായത് sin x is equal to 0. ഓക്കെ. sin x എപ്പോഴൊക്കെയാണ് 0 ആകുന്നത്? സൈനിന്റെ ഏതൊക്കെ വാല്യൂ ആണ് 0 ആണെന്ന് അറിയാമോ? x 0 ആവുമ്പോഴും x 0 ആവുമ്പോ, x π ആവുമ്പോ. അടുത്ത വാല്യൂ ഇല്ലേ? നിങ്ങൾ ആലോചിക്കണേ. ഇവിടെ 0 ഡിഗ്രിയിലായി, ശരി, കറങ്ങി പൈയിൽ വന്നപ്പോ ആയി. ഇനി വീണ്ടും 0യിൽ നിന്ന് 360 ഡിഗ്രി വീണ്ടും കറങ്ങുമ്പോ വീണ്ടും 0 അല്ലേ? ഇവിടെ കറങ്ങി വീണ്ടും അവിടെ തന്നെ വരുമ്പോഴേ വീണ്ടും എന്ത് തന്നെയാണ്? 0 തന്നെയല്ലേ വാല്യൂ. അപ്പൊ 0 ഡിഗ്രി പ്ലസ്
360 ഡിഗ്രി 360 ഡിഗ്രി 2π. പിന്നെ വീണ്ടും അവിടെ നിന്ന് 360 നിന്ന് വീണ്ടും പൈ കറങ്ങുമ്പോൾ 360 പ്ലസ് 180 360 പ്ലസ് 180 3π കറങ്ങുമ്പോൾ, അതായത് 2π പ്ലസ് പൈ 3π കറങ്ങുമ്പോൾ വീണ്ടും 0 കിട്ടും. ആൻഡ് സോ ഓൺ. ഇതാണ് സൈൻ 0 എന്ന വാല്യൂസ്. പക്ഷേ നമുക്ക് 0 മുതൽ π/2ന്റെ ഇടയിലുള്ള വാല്യൂസ് മാത്രം മതി. അതുകൊണ്ട് ഞാൻ എക്സിന്റെ വാല്യൂ 0, π, 2π എന്നുണ്ട്. 0, π, 2π. നമ്മുടെ ഇന്റർവെൽ എടുക്കുമ്പോഴും 0 മുതൽ 2π വരെ എടുത്താൽ 0 മുതൽ 2π വരെ എടുത്താൽ മതി. ഇതിന്റെ ഇടയിൽ നമുക്ക് കിട്ടിയ പൈ. 0യും 2πയും വെറുതെ എടുത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കാര്യമില്ലാത്ത എന്താണെന്ന് വെച്ചാല് നിങ്ങൾക്കറിയാം, അതിന് ശേഷമുള്ള പോയിന്റ് ഒന്നും നമുക്ക് എടുക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അയാളെയും നോക്കിയിരുന്നിട്ട് കാര്യമില്ല. പൈക്ക് മുൻപുള്ളത് π/2, പൈക്ക് ശേഷമുള്ളത് 3π/2. രണ്ട് വാല്യൂ ഫിക്സ് ചെയ്തു. ഇവരെ രണ്ടുപേരെ എടുത്ത് നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ അകത്ത് കൊടുക്കും. f" π/2. അതായത് -2 ഇൻറ്റു സൈൻ π/2. സൈൻ π/2 1 ആണ്. -2 നെഗറ്റീവ് ആണ്. ഇനി f" 3π/2. അത് -2 ഇൻറ്റു സൈൻ 3π/2 -1 ആണ്. -2 ഇൻറ്റു -1 2 പോസിറ്റീവ് ആണ്. അതായത് ഇന്റർവൽ 0 മുതൽ പൈ വരെ നെഗറ്റീവ് ആണ്. അതായത് കോൺകേവ് ഡൗൺ. കോൺകേവ് ഡൗൺ. ഇനി അടുത്ത പൈ മുതൽ 2π വരെ കോൺകേവ് അപ്പ്. കോൺകേവ് ഡൗൺ 0 മുതൽ പൈ വരെ, കോൺകേവ് അപ്പ് പൈ മുതൽ 2π വരെ. പൈ മുതൽ 2π വരെ ഡൺ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. നമ്മൾ ഈ ഒരു ഇന്റർവെല്ലിലെ കോൺകേവ് അപ്പ് കോൺകേവ് ഡൗൺ മാത്രമാണ് നോക്കുന്നത്. ശരി, അപ്പൊ നമ്മളിവിടെ ഓക്കെ, കുഴപ്പമില്ല. ഈ ഒരു ഇന്റർവെല്ലിലുള്ള കോൺകേവ് അപ്പ് കോൺകേവ് ഡൗൺ ആണ് നമ്മൾ നോക്കിയത്. കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇൻഫ്ലക്ഷൻ പോയിന്റ് ആണ്. നമുക്കിവിടെ പൈ എന്ന വാല്യൂ കിട്ടിയിട്ടുണ്ട്. പൈ എന്ന് പറയുന്നതാണ് സൈൻ 0 എന്ന വാല്യൂസ്. 0യും 2π നമ്മൾ നോക്കില്ല. 0യും 2π നോക്കില്ല. പൈ ആണ് നമ്മുടെ ഇൻഫ്ലക്ഷൻ പോയിന്റ്. നമ്മൾ എഫ് ഓഫ് പൈ എടുക്കുന്നു. എഫ് ഓഫ് പൈ ഫംഗ്ഷനിൽ പൈ കൊടുക്കുന്നു. ഫംഗ്ഷനിൽ പൈ കൊടുക്കുമ്പോൾ എക്സ് പ്ലസ്, അതായത് പൈ പ്ലസ് 2 ഇൻറ്റു സൈൻ പൈ. സൈൻ പൈ 0 ആണ്. അതുകൊണ്ട് നമുക്ക് പൈ എന്ന് കിട്ടും. അതായത് നമ്മുടെ ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് എക്സ് വാല്യൂവും പൈ, എഫ് ഓഫ് പൈയും പൈ. ഇതാണ് നമ്മുടെ ഇൻഫ്ലക്ഷൻ പോയിന്റ്. എല്ലാം കഴിഞ്ഞു. എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു, കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഇയാളുടെ ജസ്റ്റ് ഒന്ന് ഫിഗർ നോക്കിയേക്കാം. ഇതൊരു ഗ്രാഫിംഗ് കാൽക്കുലേറ്റർ ആണ്. ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. ഗ്രാഫിക് കാൽക്കുലേറ്റർ. ഇത് ഞാൻ ഫംഗ്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഫംഗ്ഷൻ കൊടുത്തപ്പോൾ അയാൾ ഒബ്വിയസ്ലി ഗ്രാഫ് തന്നു. 0 മുതൽ 2π എന്ന് പറയുമ്പോൾ 6 പോയിന്റ് സംതിങ് ആണ്. നിങ്ങൾ നോക്കുക, 0 മുതൽ 2π വരെ മാത്രം നമുക്ക് കണ്ടാൽ മതി. 2π വരെ മാത്രം കണ്ടാൽ മതി. അതായത് 0 മുതൽ 6.28 ആ ഒരു പോയിന്റ് വരെ കണ്ടാൽ മതി. ഇവിടെ നോക്കൂ, 0 മുതൽ ഈ ഒരു പോയിന്റ് വരെ ഇൻക്രീസിങ് ആണ്. ആ പോയിന്റ് കൃത്യമായി തന്നിട്ടുണ്ട്. 2 ഇൻറ്റു 0.94 എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ 2π/3 ആണ്. 2π/3 ആണ് അവർ ഉദ്ദേശിക്കുന്ന വാല്യൂ. പൈയുടെ വാല്യൂ കൊടുക്കുമ്പോൾ അത് കിട്ടും. അപ്പോൾ ഇതുവരെ ഇൻക്രീസിങ്, അതിനുശേഷം 4π/3 വരെ ഡിക്രീസിങ്, അതിനുശേഷം വീണ്ടും ഇൻക്രീസിങ്. 0 മുതൽ പൈ വരെ, അതായത് 3.14 വരെ ഇതെന്താണ്? കോൺകേവ് ഡൗൺ. അതിനുശേഷം കോൺകേവ് അപ്പ്.
പൈ എന്ന് പറയുന്നതാണ് ഇൻഫ്ലക്ഷൻ പോയിന്റ്. സംഗതി 0 മുതൽ 2π വരെ അത് ഈ സ്വഭാവമാണ്. പിന്നെ ഇതേ ഇന്റർവെൽ 0 മുതൽ 2π ഉണ്ടല്ലോ, അടുത്ത് 2π മുതൽ 4π വരെ, അടുത്ത 4π മുതൽ 6π വരെ അവർക്ക് എല്ലാവർക്കും ഈ സ്വഭാവം തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ഇതിന്റെ ഗ്രാഫ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ഈ കാണുന്ന പോലെ ഇയാള് മുന്നിലോട്ട് കണ്ടിന്യൂ ചെയ്ത് ഇതാണ് സംഭവിക്കുന്നത്. നമ്മളിവിടെ കണ്ടുപിടിച്ച എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ചെറിയ ഭാഗത്തുള്ള അതിന്റെ സ്വഭാവം മാത്രം, 0 മുതൽ 2π വരെയുള്ള അതിന്റെ ഭാഗത്തുള്ള സ്വഭാവം മാത്രം. അത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അല്ലാതെ ബാക്കിയെല്ലാം കണ്ടുപിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും തീരത്തില്ല. ഇതിന് അവിടെ മാത്രമല്ല കോൺകേവ് അപ്പും കോൺകേവ് ഡൗണും ഉള്ളതും, പിന്നെ ഇൻക്രീസിങ് ഡിക്രീസിങ് ഉള്ളത് അവിടെ മാത്രമല്ല. അതിങ്ങനെ വീണ്ടും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇതാണ് ഈ ഗ്രാഫിന്റെ ഫംഗ്ഷൻ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ശരി. അപ്പൊ ഈ ഗ്രാഫിംഗ് കാൽക്കുലേറ്റർ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയി ചെയ്യാവുന്നതേ ഉള്ളൂ. ജിയോജിബ്ര എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഇതേപോലെ ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ അയാൾ ഗ്രാഫ് തരും. ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ അയാൾ നമ്മുടെ ഗ്രാഫ് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ആയിട്ടും നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം. ജിയോജിബ്ര എന്ന് ടൈപ്പ് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the inflection point of f of x is equal to x raised to 4. f of x equal to x raised to 4ന്റെ ഇൻഫ്ലക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കാനാണ് കേട്ടോ ക്വസ്റ്റ്യൻ. f of x equal to x raised to 4ന്റെ ഇൻഫ്ലക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കാൻ. വേറൊന്നുമില്ല, വേറൊരു ചോദ്യമില്ല അവിടെ. ഇൻഫ്ലക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കാൻ. Therefore f dash of x is equal to 4x cube. f double dash of x is equal to 12x square. f ഡബിൾ ഡാഷ് ഓഫ് എക്സിനെ ഞാൻ 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. അതായത് 12x സ്ക്വയറിനെ ഞാൻ 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. അതായത് എക്സ് സ്ക്വയർ 0 ആണ്, എക്സ് അതുകൊണ്ട് തന്നെ 0 ആണ്. എക്സ് 0 ആണ്. എക്സ് 0 ആകുമ്പോഴാണ് ഇൻഫ്ലക്ഷൻ നടക്കുന്നത്. അപ്പൊ ഞാൻ ഈ വാല്യൂ എടുത്ത് ഫംഗ്ഷന്റെ അകത്ത് കൊടുത്തു. f of 0 raised to 4 0. അതായത് നിങ്ങളുടെ ഇൻഫ്ലക്ഷൻ പോയിന്റ് എക്സ് വാല്യൂ 0, വൈ വാല്യൂവും 0 എന്നുള്ളതാണ് നിങ്ങളുടെ ഇൻഫ്ലക്ഷൻ പോയിന്റ്. 0 എന്നുള്ളതാണ് നിങ്ങളുടെ ഇൻഫ്ലക്ഷൻ പോയിന്റ്. ഡൺ. സിമ്പിൾ ക്വസ്റ്റ്യൻ. 0 എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഇൻഫ്ലക്ഷൻ പോയിന്റ്. വി ആർ ഡൺ. ഇൻഫ്ലക്ഷൻ പോയിന്റ് വി ആർ ഡൺ. ഇതാണ് നമ്മുടെ ഒരു കൺക്ലൂഷൻ ആയിട്ട് വന്നത്. ഇനി ഞാൻ ഇതിലൊരു കുഴപ്പം കാണിച്ചു തരാം. ഇതിലൊരു കുഴപ്പമുണ്ട്, നോക്കുക. അതായത് ഞാൻ നിങ്ങൾക്ക് ഗ്രാഫ് കാണിച്ചു തരാം. ഞാൻ ഈ പുള്ളിക്കാരന്റെ ഗ്രാഫ് വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ തന്ന ഇക്വേഷന്റെ ഗ്രാഫ് ഓക്കെ, ഇതാണ് നമ്മളിപ്പോ കണ്ട ഇക്വേഷന്റെ ഗ്രാഫ്. ഇതാണ്. ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. 0 ആണ് ഇൻഫ്ലക്ഷൻ പോയിന്റ്. ഇൻഫ്ലക്ഷൻ പോയിന്റിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഈ പുള്ളിക്കാരൻ 0 എന്ന പോയിന്റിന് ശേഷം, 0 എന്ന് പറഞ്ഞാൽ ഒറിജിൻ എന്ന പോയിന്റിന് ശേഷം ഇതിന്റെ കോൺകേവിറ്റി മാറ്റണം. അതിന്റെ കോൺകേവിറ്റി അയാൾ മാറ്റണമായിരുന്നു. നിങ്ങൾ പറ, 0 എന്ന പോയിന്റിന് ശേഷം അതിന്റെ കോൺകേവിറ്റി മാറിയിട്ടുണ്ടോ? എന്ത് തോന്നുന്നു? 0 എന്ന പോയിന്റിന് ശേഷം കോൺകേവിറ്റി മാറിയിട്ടില്ല എങ്കിൽ അതെങ്ങനെ ഇൻഫ്ലക്ഷൻ പോയിന്റ് ആയി? അതാണ് പ്രശ്നം. ഇൻഫ്ലക്ഷൻ പോയിന്റ് ഒരു അപകടം പിടിച്ച കൺസെപ്റ്റ് ആണ്. ഞാനിപ്പോ ലിറ്ററലി എന്ത് ചെയ്തു? സിമ്പിൾ ആയിട്ട് f ഡബിൾ ഡാഷ് ഓഫ് എക്സ് എടുത്തു, 0ക്ക് ഇക്വേറ്റ് ചെയ്തു, ആ വാല്യൂ കിട്ടി, 0 കൊടുത്തു.
അപ്പൊ അതായിരിക്കും ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വിചാരിക്കാം. പക്ഷെ ഫിഗർ നോക്കൂ, അത് ഇൻഫ്ലക്ഷൻ പോയിന്റ് അല്ല. 0 അത് കോൺകേവ് അപ്പാണ്, കോൺകേവ് അപ്പാണ്. കോൺകേവ് ഡൗണിലേക്ക് അത് മാറിയില്ല, കോൺകേവ് ഡൗണിലേക്ക് മാറിയില്ല. എന്താണ് അവിടെ സംഭവിച്ചത്? എന്താണ് അവിടെ സംഭവിച്ചത്? അതാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ലിറ്ററലി ഞാൻ പറഞ്ഞ പോലത്തെ ഡെഫിനിഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് കോൺകേവ് അപ്പ് കോൺകേവ് ഡൗൺ ഇൻഫ്ലക്ഷൻ പോയിന്റ് തീരുമാനിക്കാൻ കഴിയില്ല. നിങ്ങൾ എന്നെ നോക്കൂ, ഞാനിവിടെ ചെയ്ത സ്റ്റെപ്പിലെ f' 0 എടുത്തു. ഞാനിവിടെ ഈ സ്റ്റെപ്പ് മായ്ക്കുകയാണ്. ഏത് 0 കൊടുത്ത സ്റ്റെപ്പ് മായ്ക്കുകയാണ്. കാരണം അതൊരു അബദ്ധമാണ്. കാരണം ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് എഫ് സീറോക്ക് കിട്ടിയത് x0 കണ്ടുപിടിച്ചു. നമ്പർ ലൈനിലേക്ക് പോവുക, 0 മാർക്ക് ചെയ്യുക. 0ക്ക് മുൻപുള്ള വാല്യൂ എടുക്കുക, 0ക്ക് മുൻപുള്ള ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കുക, -1. 0ക്ക് ശേഷമുള്ള ഒരു വാല്യൂ എടുക്കുക, 1. ഇത് രണ്ടും എടുത്ത് നമ്മുടെ f" കൊടുക്കുക. അതായത് 12 into -1 square, that is 12 positive. f" of 1, 12 into 1 squared, that is 12 positive. അതായത് 0യുടെ ലെഫ്റ്റ് ആയാലും 0യുടെ റൈറ്റ് ആയാലും 0യുടെ ലെഫ്റ്റ് ആയാലും 0യുടെ റൈറ്റ് ആയാലും എന്താണ്, നമ്മുടെ f" പോസിറ്റീവ് ആണ്. അതായത് 0യുടെ ലെഫ്റ്റിലും അയാൾ കോൺകേവ് അപ്പാണ്, 0യുടെ റൈറ്റിലും അയാൾ കോൺകേവ് അപ്പാണ്. 0യുടെ ലെഫ്റ്റിലും കോൺകേവ് അപ്പാണ്, 0യുടെ റൈറ്റിലും കോൺകേവ് അപ്പാണ്. അതായത് -∞ മുതൽ ഇൻഫിനിറ്റി വരെ ഇയാൾ കോൺകേവ് അപ്പാണ്. -∞ മുതൽ ഇൻഫിനിറ്റി വരെ ഇയാൾ കോൺകേവ് അപ്പാണ്. 0യില് പ്രത്യേകിച്ച് ഒരു കോൺകേവിറ്റി ചേഞ്ച് ഇല്ല. അതായത് 0യുടെ ലെഫ്റ്റിൽ കോൺകേവ് അപ്പും 0യുടെ റൈറ്റിൽ കോൺകേവ് ഡൗണും വന്നിരുന്നെങ്കിൽ നമുക്കത് ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറയാമായിരുന്നു. ബൈ ദ ഡെഫിനേഷൻ പോലും അത് കറക്റ്റ് ആയിരുന്നു. ഇവിടെ 0യിൽ വെച്ച് കോൺകേവിറ്റി മാറുന്നില്ല. 0യിൽ വെച്ച് കോൺകേവിറ്റി മാറുന്നില്ല. കോൺകേവിറ്റി 0യുടെ ലെഫ്റ്റിലും 0യുടെ റൈറ്റിലും സെയിം ആണ്. 0യുടെ ലെഫ്റ്റിലും 0യുടെ റൈറ്റിലും കോൺകേവിറ്റി സെയിം ആണ്. കോൺകേവിറ്റിക്ക് യാതൊരുവിധ ചേഞ്ചും ഇല്ല. അതായത് 0 ഇൻഫ്ലക്ഷൻ പോയിന്റ് അല്ല. 0 ഈസ് നോട്ട് ആൻ ഇൻഫ്ലക്ഷൻ പോയിന്റ്. ഈ ഒരു ഗ്രാഫിന് നോ ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്നുള്ളതാണ് സത്യം. At x is equal to 0, f of x has no inflection point, That is, f of x has no inflection point. f of x ന് ഇൻഫ്ലക്ഷൻ പോയിന്റ് ഇല്ല. കാരണം ഇൻഫ്ലക്ഷൻ പോയിന്റിന്റെ ഡെഫിനിഷൻ അനുസരിച്ചുള്ള പ്രോപ്പർട്ടി അത് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അതായത് നിങ്ങൾ ഇൻഫ്ലക്ഷൻ പോയിന്റ് എഴുതുന്നു എന്നും പറഞ്ഞിട്ട് ആ ഒരു പർട്ടിക്കുലർ നമ്പർ ലൈനിൽ വരച്ച് വാല്യൂ കൊടുത്ത് കണ്ടുപിടിക്കുന്ന രീതി സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം മറന്നുപോകും. എന്താണ് ഇൻഫ്ലക്ഷന്റെ ഡെഫിനിഷൻ? അതായത് ഇൻഫ്ലക്ഷൻ പോയിന്റിന്റെ ലെഫ്റ്റിലും റൈറ്റിലും കോൺകേവിറ്റി മാറിയിരിക്കണം, എങ്കിലേ അത് ഇൻഫ്ലക്ഷൻ പോയിന്റ് ആവും. കാരണം ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്താണ്? ദ പോയിന്റ് ഓൺ വിച്ച് ദ കോൺകേവിറ്റി ചേഞ്ചസ്. കോൺകേവിറ്റി ചേഞ്ച് ചെയ്യുന്ന പോയിന്റ് ആണ് ഇൻഫ്ലക്ഷൻ പോയിന്റ്. കഴിഞ്ഞു. ഓക്കെ, മനസ്സിലായോ ഈ ക്വസ്റ്റ്യൻ? മനസ്സിലായി സർ. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ തെറ്റാൻ സാധ്യതയുണ്ട്. അതാണ് ഇവിടുത്തെ കുഴപ്പം. ശരി, ഡൺ. അപ്പൊ നമ്മൾ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മളുടെ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു. ഇറ്റ് ഈസ് കോൾഡ് റിലേറ്റീവ് എക്സ്ട്രീമ. വളരെ രസമുള്ള ഒരു കോൺസെപ്റ്റ് ആണ് റിലേറ്റീവ് എക്സ്ട്രീമ. വളരെ രസമുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. നമ്മുടെ കയ്യിലൊരു ഫംഗ്ഷൻ ഉണ്ട്.
ഓക്കെ, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോകുന്നു, എങ്ങനെ പോകുന്നു എന്നൊന്നും ഞാൻ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇതിങ്ങനെ കൂടിയും കുറഞ്ഞു ഇൻക്രീസിങ് ഡിക്രീസിങ് ആയിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഇപ്പൊ പഠിച്ചു വെച്ചിട്ട് ഇത് തൊട്ട് ഇതുവരെ ഇൻക്രീസിങ്, ഇത് തൊട്ട് ഇതുവരെ ഡിക്രീസിങ്, ഇത് തൊട്ട് ഇതുവരെ ഇൻക്രീസിങ്, പിന്നെ ഡിക്രീസിങ്, പിന്നെ കോൺകേവ് ഡൗൺ, കോൺകേവ് അപ്പ്, കോൺകേവ് ഡൗൺ, കോൺകേവ് അപ്പ് എന്നുള്ള നിലയിൽ ഈ ഫംഗ്ഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ഈ ഫംഗ്ഷനുകളുടെ ഒരു കാര്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ നോക്കൂ, ഈ ഒരു പാർട്ടിക്കുലർ പോയിന്റിൽ ഈ ഫംഗ്ഷന് ഒരു വലിയ വാല്യൂ സംഭവിക്കുകയാണ്. ഈ ഒരു പോയിന്റ്. ഫംഗ്ഷന്റെ ഏറ്റവും വലിയ വാല്യൂ ആണ് ഇത് എന്ന അവകാശവാദം എനിക്കില്ല. ഫംഗ്ഷന്റെ ഏറ്റവും വലിയ വാല്യൂ ആണ് ഇത് എന്ന ഇവിടെ സംഭവിക്കുന്നത് ഫംഗ്ഷന്റെ ഏറ്റവും വലിയ വാല്യൂ ആണ്, ഫംഗ്ഷൻ ഏറ്റവും കൂടുതൽ പൊക്കം വരുന്നത് ഇവിടെയാണ് എന്ന വാദം എനിക്കില്ല. പക്ഷേ അതിന്റെ അയൽവക്കത്തൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് നെയ്ബർഹുഡിൽ നോക്കിക്കഴിഞ്ഞാൽ, അയാളാണ് ഫംഗ്ഷന്റെ ഏറ്റവും വലിയ വാല്യൂ. മൊത്തത്തിൽ നോക്കണ്ട, പക്ഷെ അയാളുടെ ഒരു ചുറ്റുഭാഗത്ത്, അയാളുടെ ഒരു റിലേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അയാളാണ് ഏറ്റവും വലിയ വാല്യൂ. ഇനി അതേസമയം ഇവിടെ നോക്കൂ. ഇവിടെ ഫംഗ്ഷൻ ഒരു ചെറിയ വാല്യൂ അറ്റൈൻ ചെയ്യുന്നുണ്ട്, കാരണം കമ്പാരിറ്റീവ്ലി ചെറിയ വാല്യൂ. പക്ഷെ ഇതാണ് ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്ന് എനിക്ക് വാദമില്ല, കാരണം അതാ കിടക്കുന്നത്. അതിനേക്കാൾ താഴെ ഫംഗ്ഷൻ ഇവിടെ പോകുന്നു. ഇതാണ് ഏറ്റവും ചെറിയ വാല്യൂ എന്ന ഒരു ആർഗ്യുമെന്റ് എനിക്കില്ല. പക്ഷെ നിങ്ങൾ നോക്കൂ, ഇവിടെ ഇവിടെ അങ്ങനെ എനിക്കൊരു ആർഗ്യുമെന്റ് ഇല്ല. പക്ഷെ ഇവിടെ ഉള്ള ഒരു നെയ്ബർഹുഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഫംഗ്ഷന്റെ വാല്യൂ ആണ് ആ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ വാല്യൂ ഇവിടെയാണ് സംഭവിക്കുന്നത്. അപ്പോ ഒരു നെയ്ബർഹുഡിൽ അല്ലെങ്കിൽ ഒരു റിലേഷനിൽ ഏറ്റവും വലിയ വാല്യൂ സംഭവിക്കുന്നു. റിലേഷനിൽ, അതായത് തൊട്ടടുത്ത് അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ വാല്യൂ സംഭവിക്കുന്നു. മൊത്തത്തിൽ നോക്കരുത്, മൊത്തത്തിൽ നോക്കിയാൽ പ്രശ്നമാണ്. പക്ഷെ അവിടെ ഒരു അയൽവക്കത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഈ പോയിന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് എക്സ്ട്രീമാസ്. അതായത് ഒരു നെയ്ബർഹുഡിൽ ഏറ്റവും വലിയ വാല്യൂ തരുന്നതും ഒരു നെയ്ബർഹുഡിൽ ഏറ്റവും ചെറിയ വാല്യൂ തരുന്നതുമാണ് റിലേറ്റീവ് എക്സ്ട്രീമസ്. അങ്ങനെ വലിയ വാല്യൂ തരുന്നതിനെ റിലേറ്റീവ് മാക്സിമം എന്നും ചെറിയ വാല്യൂ തരുന്നതിനെ റിലേറ്റീവ് മിനിമം എന്നും വിളിക്കും. നിങ്ങൾ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു റിലേറ്റീവ് മിനിമം ഉണ്ടാവുന്നുണ്ട്, ഇവിടെ ഒരു റിലേറ്റീവ് മാക്സിമം ഉണ്ടാവുന്നുണ്ട്, ഇവിടെ ഒരു റിലേറ്റീവ് മാക്സിമം ഉണ്ടാവുന്നുണ്ട്, ഇവിടെ ഒരു റിലേറ്റീവ് മിനിമം ഉണ്ടാവുന്നുണ്ട്. ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു റിലേറ്റീവ് മാക്സിമം ഉണ്ടാവും. റിലേറ്റീവ് മാക്സിമം, റിലേറ്റീവ് മിനിമം നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു. സിംപിളി ഫംഗ്ഷനിൽ ഒരു ഹമ്പ് ഉണ്ടാകുന്ന സ്ഥലം എന്ന് വേണമെങ്കിലൊക്കെ നമുക്ക് പറയാം. ഫംഗ്ഷനിൽ ഒരു ഹമ്പ് ഉണ്ടാകുന്ന സ്ഥലങ്ങളെല്ലാം റിലേറ്റീവ് എക്സ്ട്രീമം പോയിന്റ്സ് ആണ്, അതായത് റിലേറ്റീവ് മാക്സിമം ആൻഡ് റിലേറ്റീവ് മിനിമം പോയിന്റ്സ് ആയിരിക്കും. ഇനി അടുത്ത് അങ്ങനെ ശരി, അവിടെ ആയിട്ട് റിലേറ്റീവ് കമ്പാരിറ്റീവ്ലി വലിയ വാല്യൂകൾ ഉണ്ടാകും, സമ്മതിച്ചു. കമ്പാരിറ്റീവ്ലി വലിയ വാല്യൂകൾ ഇത് എല്ലാം കമ്പാരിറ്റീവ്ലി വലിയ വാല്യൂ ആണ്. പക്ഷെ ആ കൂട്ടത്തിൽ ഏറ്റവും വലുത് ഇവിടെയാണ് സംഭവിക്കുന്നത്. ഇനി ഇവിടെ നോക്കൂ, ചെറിയ വാല്യൂകൾ ഉണ്ടാവും, ഇത് ചെറുതാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി ചെറിയ വാല്യൂ, ആ ചെറിയ വാല്യൂകളിൽ ഏറ്റവും ചെറുത് ഇയാളാണ്. അയാളെ വിളിക്കുന്നത് അബ്സല്യൂട്ട് എക്സ്ട്രീമ. അതായത് റിലേറ്റീവ് മാക്സിമങ്ങളിൽ ഏറ്റവും വലുത് അബ്സല്യൂട്ട് മാക്സിമ, റിലേറ്റീവ് മിനിമങ്ങളിൽ ഏറ്റവും ചെറുത് അബ്സല്യൂട്ട് മിനിമ. കഴിഞ്ഞു. ഇത്രയാണ് അതിന്റെ ഡെഫിനിഷൻ. നമുക്ക് ജസ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് നോക്കാം. ടെക്സ്റ്റിൽ ഡെഫിനിഷൻ ഉണ്ട്, ടെക്സ്റ്റ് നോക്കാം. A function f of f is said to have a relative maximum at x0
if there is an open interval containing x naught on which f of x naught is the largest value. ഒരു ഓപ്പൺ ഇന്റർവൽ എന്ന് അവർ ഉദ്ദേശിക്കുന്നത് ഒരു അയൽവക്കത്ത് ഈ എക്സ് നോട്ട് എഫ് കൊടുക്കുമ്പോൾ അയാളാണ് ഏറ്റവും വലിയ വാല്യൂ. അതായത് എഫ് ഓഫ് എക്സ് നോട്ട് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ഇൻ ദ ഇന്റർവെൽ. അതുപോലെ റിലേറ്റീവ് മിനിമം എന്ന് പറയണമെങ്കിൽ ആ ഇന്റർവെല്ലില് ഏറ്റവും ചെറിയ വാല്യൂ ആയിരിക്കും. ഇനി റിലേറ്റീവ് മാക്സിമമോ മിനിമമോ ആണെങ്കിൽ അയാളെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് എക്സ്ട്രീമ. ആ ഡെഫിനിഷൻ ഒന്നുകൂടെ ഒന്ന് നോക്കാം എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന്. അതായത് വേറൊന്നുമല്ല, ഇപ്പൊ ഇവിടെ ഒരു റിലേറ്റീവ് മാക്സിമം സംഭവിച്ചല്ലോ. അപ്പൊ ഈ ഒരു പോയിന്റ് എക്സ് നോട്ട് ആണെന്ന് വിചാരിക്കുക. ഈ ഒരു പോയിന്റ് ഈ എക്സ് നോട്ടിന്റെ ഒരു നെയ്ബർഹുഡ് അഥവാ ഒരു ഓപ്പൺ ഇന്റർവെല് നിങ്ങൾ കണ്ടുപിടിക്കണം. എക്സ് നോട്ടും കൂടെ ഉൾപ്പെടുന്ന ഒരു ഓപ്പൺ ഇന്റർവെൽ അഥവാ നെയ്ബർഹുഡ്, ഞാൻ പറഞ്ഞ വാക്ക് തന്നെ നെയ്ബർഹുഡ് നിങ്ങൾ കണ്ടുപിടിക്കുക. അവിടെ നിങ്ങൾ ഏത് എക്സ് എടുത്താലും എഫ് ഓഫ് എക്സ് നോട്ടിന്റെ വാല്യൂ ആ എക്സ് വാല്യൂവിനെക്കാളൊക്കെ എപ്പോഴും വലുതായിരിക്കും ഫോർ ഓൾ എക്സ് ഇൻ ദ ഓപ്പൺ ഇന്റർവെൽ. അതാണ് റിലേറ്റീവ് മാക്സിമം. ആ ഒരു പോയിന്റിൽ അതിന്റെ ഇടതോ വലതോ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഫംഗ്ഷൻ വാല്യൂ അവിടെയൊക്കെ വലുതായിരിക്കും. എഫ് ഓഫ് എക്സ് നോട്ട് അവിടെയൊക്കെ വലുതായിരിക്കും. അതുകൊണ്ട് റിലേറ്റീവ് മാക്സിമം. ഇനി അതേസമയം ഇവിടെ നോക്കൂ ഈ പോയിന്റിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു അയൽപക്കത്തെ ഏറ്റവും ചെറിയ വാല്യൂ ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഏറ്റവും ചെറിയ വാല്യൂ, അതായത് എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് ചെറുതായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ഇൻ ആൻ ഓപ്പൺ ഇന്റർവെൽ. ഓപ്പൺ ഇന്റർവെൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു അയൽപക്കമാണ് കേട്ടോ, അയൽപക്കം ഓപ്പൺ ഇന്റർവെൽ. അതിനെ വിളിക്കുന്ന പേര് റിലേറ്റീവ് മിനിമം. അതാണ് അവരുടെ ഡെഫിനിഷനിൽ എഴുതിയിരിക്കുന്നത്, അല്ലാതെ വേറൊന്നുമില്ല. ഏറ്റവും വലുതായിരിക്കണമെന്നൊക്കെ വെറുതെ വേർഡ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നേക്കാളും ടെക്നിക്കലി ഇങ്ങനെ എഴുതുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ കൺവീനിയന്റ്. എഫ് ഓഫ് എക്സ് നോട്ട് ബാക്കിയുള്ള ഫംഗ്ഷൻ വാല്യൂകളെക്കാൾ വലുതാണ് ഇൻ ആൻ ഓപ്പൺ നെയ്ബർഹുഡ് അല്ലെങ്കിൽ ഓപ്പൺ ഇന്റർവെൽ. ദെൻ എന്താണ് എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് മാക്സിമം ആണ്, റിലേറ്റീവ് മാക്സിമം. ഇനി അതേസമയം എഫ് ഓഫ് എക്സ് നോട്ടിന്റെ വാല്യൂ ഫംഗ്ഷൻ വാല്യൂകളെക്കാൾ ചെറുതാണ്, കമ്പാരിറ്റീവ്ലി ഓപ്പൺ ഇന്റർവെല്ലിലുള്ള ഫംഗ്ഷൻ വാല്യൂവിനേക്കാൾ ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ ആ വാല്യൂ എന്ന് പറയുന്നത് റിലേറ്റീവ് മിനിമം ആണ്. റിലേറ്റീവ് മാക്സിമങ്ങളിൽ ഏറ്റവും വലുത് അബ്സല്യൂട്ട് മാക്സിമം, റിലേറ്റീവ് മിനിമങ്ങളിൽ ഏറ്റവും ചെറുത് അബ്സല്യൂട്ട് മിനിമം. കഴിഞ്ഞു. അതായത് അവരവിടെ കുറച്ച് ഫിഗർ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് സ്ക്വയർ എന്ന ഫംഗ്ഷൻ അത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഫംഗ്ഷൻ ആണ്. അതായത് അതൊക്കെ മിനിമം ഒരു റിലേറ്റീവ് മിനിമം സംഭവിക്കുന്നുണ്ട്. എവിടെ? 0,0യിൽ അയാൾക്കൊരു റിലേറ്റീവ് മിനിമം സംഭവിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത നമ്മള് ഇവിടെ y is equal to x cube നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ മേളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വന്ന് വീണ്ടും താഴോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇയാൾക്ക് ഏറ്റവും ചെറുത് എന്ന് പറയാൻ ഒരു വാല്യൂ ഇല്ല, കാരണം അത് വീണ്ടും ചെറുതായിക്കൊണ്ട് വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ്. അതായത് ഇവിടെ നിങ്ങളെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു ഹംപ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ റിലേറ്റീവ് എക്സ്ട്രീമംസ് ഇല്ല, റിലേറ്റീവ് മാക്സിമം മിനിമം പോയിന്റുകൾ ഇല്ല. ഇനി അടുത്ത് നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ എക്സ് ക്യൂബ് മൈനസ് 3x + 3 ആണ്. അവിടെ നിങ്ങൾ നോക്കിയാൽ 2 ഹംപ് ഉണ്ട്. അപ്പോ മാക്സിമം ഇവിടെയും റിലേറ്റീവ് മാക്സിമം ഈ ഒരു പോയിന്റിലും റിലേറ്റീവ് മിനിമം ഈ ഒരു പോയിന്റിലുമാണ് സംഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നു -1 ഉം 1 ആണെന്ന് തോന്നുന്നു. -1ലും 1ലും റിലേറ്റീവ് മിനിമവും റിലേറ്റീവ് മാക്സിമവും സംഭവിക്കുന്നു. ഇനി അടുത്ത ഈ പോയിന്റ് നോക്കൂ, ഇവിടെ ഹംപ്സ് ഉണ്ട്. ഇവിടെ ഒരു ഹംപ് റെഡ് ലൈനിൽ അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം റിലേറ്റീവ് എക്സ്ട്രീമം പോയിന്റ്സ് ആണ്. പിന്നെ y = cos x, നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാം ഇഷ്ടംപോലെ റിലേറ്റീവ് എക്സ്ട്രീമാസ് ഉണ്ട്. ഇവരെ എല്ലാവരെയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാസ്ക് കേട്ടോ.
ഈ റിലേറ്റീവ് എക്സ്ട്രീമം പോയിന്റ്സിനെയൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാസ്ക്.